ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരെയും ശിവരാത്രി വ്രതമൊക്കെ എടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരും. വ്രതമെടുത്ത എല്ലാവർക്കും, പ്രാർത്ഥിച്ച എല്ലാവർക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ട് അവർക്ക് വ്രതമെടുക്കാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ കഴിയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരാരും വിഷമിക്കേണ്ട. അടുത്ത ശിവരാത്രിക്ക് നമുക്ക് ചെയ്യാം, പൂർവാധികം ഭംഗിയോടുകൂടി. ആഗ്രഹമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. പരമാവധി സമയം ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇനി ഞാനൊരു കാര്യമാണ് പറയാൻ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണും. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കാണും. അതല്ലെങ്കിൽ ചിലർക്ക് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇരുന്നിട്ട് അതൊന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ ആഗ്രഹങ്ങൾ കാണും. ആഗ്രഹങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. ചിലർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും, ചിലർക്ക് ഒരാഗ്രഹം കാണും. എന്തായാലും ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യർ ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിലും ഭഗവാന്റെ സ്നേഹം വേണമെന്നെങ്കിലും ആഗ്രഹം കാണും, മോക്ഷത്തിലെത്തണമെന്ന് ആഗ്രഹം കാണും. എല്ലാം ആഗ്രഹങ്ങൾ തന്നെ. മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഇതുപോലുള്ള ആഗ്രഹങ്ങൾ പലതും കാണും. എന്തു തന്നെയായാലും നമ്മളുടെ ഈ ആഗ്രഹങ്ങളൊക്കെ നേടിക്കിട്ടുന്നതിനായിട്ട്, അത് സത്യസന്ധമായ ആഗ്രഹങ്ങളാണെങ്കിൽ നേടിക്കിട്ടുന്നതിനായിട്ട് പലപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ പലപ്പോഴും അതൊന്നും ഒരു ഫലത്തിലെത്താറില്ല. അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ അതൊന്നും നടക്കാറില്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ദൈവാധീനവും കൂടി വേണം. ദൈവത്തിൻ്റെ ഒരു ഇച്ഛയും കൂടി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പ്രയത്നിച്ചാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിനൊക്കെ ഒരു പൂർണ്ണമായ ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്കിതൊന്നും എത്ര കഷ്ടപ്പെട്ടു, നമ്മൾ പരമാവധി കഷ്ടപ്പെടുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, എന്നിട്ട് പക്ഷെ അതിനൊന്നും ഒരു മേൽഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ പറയും നമ്മുടെ തലയിലെഴുത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ജാതകദോഷമാണ്, മുൻജന്മ പാപമാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ മാറ്റുന്നതിനായിട്ട് നമുക്കറിയാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകാദശികളും ഷഷ്ടികളും ഒക്കെ എടുക്കുന്നത്. ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നരസിംഹ കവചം. അത് നിത്യവും പാരായണം ചെയ്താൽ വലിയ ഫലസിദ്ധിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. കാരണം നരസിംഹദേവന് നമുക്ക് കാണുമ്പോൾ തോന്നും അദ്ദേഹം വലിയ ഉഗ്രമൂർത്തിയാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ ആ രൂപം കാണുമ്പോൾ ഒക്കെ നമുക്ക് തോന്നും. പക്ഷേ വലിയ ഭക്തവത്സലനാണ് നരസിംഹമൂർത്തി. അദ്ദേഹത്തെ മനസ്സ് നൊന്ത് അദ്ദേഹത്തെ ആശ്രയിക്കുന്ന ഭക്തജനങ്ങളെ അദ്ദേഹം ഒരിക്കലും കൈവെടിയാറില്ല എന്നുള്ളതാണ് പരമമായ ഒരു സത്യം. അതുകൊണ്ട് തന്നെ നിത്യവും നരസിംഹ കവചം പാരായണം ചെയ്യുന്നത് വലിയ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഒരുപാട് അനുഭവസ്ഥരുണ്ട് ദിവസവും നരസിംഹ കവചം പാരായണം ചെയ്തിട്ട് ജീവിതത്തിൽ വലിയ ഉയർന്ന തലത്തിലേക്കൊക്കെ പോയിട്ടുള്ള ആളുകൾ. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, പലരും പറയില്ല അവർ ദൈവവിശ്വാസിയാണ് അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലരും പറയില്ല. പക്ഷേ ശരിക്കും നമ്മൾ ഓരോരുത്തരെയും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ജീവിതത്തിൽ ഒരു ഉയർന്ന തലത്തിലേക്കൊക്കെ പോയിട്ടുള്ള ആളുകൾ ദിവസവും അവർ പ്രാർത്ഥിക്കുകയും അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. കാരണം ദൈവാധീനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് ഫലം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമുക്കറിയാം, അങ്ങനെയുള്ളവർക്ക് ഒരു മേൽഗതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർ പക്ഷേ ഇതൊന്നും ചിലപ്പം പുറത്ത് പറഞ്ഞ് നടക്കുന്നുണ്ടാകില്ല. പക്ഷേ സത്യസന്ധമായ കാര്യം അതാണ്. നമ്മൾ നിരീക്ഷിച്ചാൽ അറിയാം, ഒരു ഉയർന്ന തലത്തിലേക്കൊക്കെ പോയിട്ടുള്ളവരൊക്കെ നല്ല ദൈവവിശ്വാസികളാണ്. അവർ നന്നായി പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഉയർച്ചകളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കണം, ഇപ്പോൾ ഒരു ജോലി കിട്ടണം, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, പരാധീനതകളുണ്ട്, അതൊക്കെ മാറണം, അല്ലെങ്കിൽ പാപങ്ങളുണ്ട്, പാപങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം നേടണം. ഇപ്പം നമ്മളിപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ മനസ്സ് വിഷമിക്കുന്നുണ്ടാകാം, അപ്പോൾ അതിനകത്തു നിന്നൊക്കെ നമുക്കൊരു മോചനം ഉണ്ടാകണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും ഉത്തമമാണ് നരസിംഹ കവചം. നിങ്ങൾ ബുക്ക് സ്റ്റാളിൽ പോകുന്ന സമയത്ത് നരസിംഹ കവചത്തിൻ്റെ ഒരു നാമപുസ്തകം മേടിച്ച് കൈവച്ചിട്ട് അത് ജപിക്കുന്നത് വലിയ ഉത്തമമാണ്. എല്ലാ ദിവസവും ജപിക്കാം. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ജപിക്കാം, വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കേണ്ട എന്നേ ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഓം നരസിംഹായ നമയെന്നും ആ സമയത്ത് ജപിക്കാം. ജപം നിർത്തേണ്ട കാര്യമില്ല. ജപിക്കുന്നതിനൊന്നും യാതൊന്നും ഒരു തടസ്സമല്ല. പീരീഡ്സോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തടസ്സമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, അതിനൊന്നും വിഷയമല്ല. പിന്നെ 2 പുസ്തകങ്ങൾ മേടിച്ച് വെക്കുക. ഒരു പുസ്തകം നമ്മൾ
ആ സമയത്ത് ജപിക്കാനായിട്ട് മാറ്റി വെക്കുക, മറ്റേത് പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് മാറ്റി വെക്കുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതല്ല, പേടിയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പേടിയാണ് പലപ്പോഴും. പേടിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് സത്യസന്ധമായ കാര്യം. കാരണം ഭഗവാനെ വിളിക്കുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല. ആപത്തിൽപ്പെടുന്ന സമയത്താണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്. ആ ആപത്തിൽപ്പെടുന്ന സമയത്ത് നമുക്ക് അശുദ്ധിയുണ്ട് എന്ന് കരുതി നമുക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ? ഭഗവാൻ വരാതിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. ഈ പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. നമുക്ക് വിശ്വാസമാണ് എപ്പോഴും വേണ്ടത്. ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുക. ഏത് സാഹചര്യത്തിൽ നമ്മളിരിക്കുമ്പോഴും ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ വേണം നമ്മൾ വിചാരിക്കാൻ. അല്ലാതെ അന്ധവിശ്വാസത്തിലേക്കല്ല പോകേണ്ടത്. മെൻസസ് ആയിരിക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് വരില്ല നമുക്കൊരാപത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കില്ല, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. മെൻസസ് ആയിരിക്കുന്ന സമയത്തും പുലമാലായ്മയുള്ള സമയത്തുമൊക്കെ നമുക്കൊരാവശ്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായും നമ്മളെ സഹായിക്കും. നമുക്ക് ഭഗവാനെ ധൈര്യപൂർവ്വം വിളിക്കാം. നമുക്ക് ധൈര്യപൂർവ്വം ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും ഏത് സാഹചര്യത്തിലും വിളിക്കാൻ പറ്റുന്ന ഈ ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ, അത് ഈശ്വരനാണ്. മറ്റാരെയും നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരു പ്രശ്നമായി തോന്നില്ല. ഭയം നമ്മുടെ മനസ്സിൽ ദൈവത്തിനോടുള്ള ഭയം, ഭഗവാനോടുള്ള ഭയം നമുക്കൊരിക്കലും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി പൂർണ്ണമായും ഈശ്വരനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക. ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ തരും. ഇപ്പോൾ ഉള്ള കഷ്ടപ്പാടുകളൊക്കെ മാറും. ഭഗവാൻ നാളെ നമ്മളെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തുമെന്ന് വിശ്വസിച്ച് നിങ്ങൾ ഈ നരസിംഹ കവചം നിത്യവും ഒന്ന് പാരായണം ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും. നരസിംഹ കവചം വക്ഷ്യേ പ്രഹ്ലാദനോദിതപുര സർവരക്ഷകരം പുണ്യം സർവോപദ്രവനാശനം എന്ന് തുടങ്ങുന്ന ആ നരസിംഹ കവചം നിത്യവും പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഫലം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ മനസ്സ് ഭഗവാനെ വിചാരിച്ച്, ഇപ്പോൾ ചുമ്മാ നമ്മളിരുന്ന് നാമം ചൊല്ലിയതുകൊണ്ടൊന്നും ഫലം കിട്ടില്ല. ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഭഗവാനെ വിശ്വസിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഭഗവാൻ അത് സാധിച്ചു തരുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ച് ഉറപ്പിച്ച് ഭക്തിയോടുകൂടി നിത്യവും പാരായണം ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അനുഭവസ്ഥർ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് നരസിംഹ കവചം ജപിക്കുക. ശത്രുദോഷങ്ങളുള്ളവർ, സാമ്പത്തികപരമായി അധികം ബുദ്ധിമുട്ടുന്ന ആളുകൾ, തൊഴിൽപരമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം തന്നെ ഭഗവാൻ സാധിച്ചു തരും. ലക്ഷ്മി നരസിംഹമൂർത്തിയാണ്. നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ അടുത്തായിട്ട് നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമുണ്ട് അല്ലേ. അപ്പോൾ നരസിംഹമൂർത്തിക്ക് അവിടെ നെയ്വിളക്കാണ് കത്തിക്കുന്നത്. അപ്പം നരസിംഹമൂർത്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നെയ്വിളക്കാണ്. നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്. അവിടെ നിങ്ങൾ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് പോയിട്ടുള്ളവർക്കറിയാം, ഒരാളിരുന്ന് എപ്പോഴും ഭാഗവതം പാരായണം ചെയ്യുന്നത് കാണാം. എന്തുകൊണ്ടാണ്? ഭഗവാനെ ശാന്തനാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഉഗ്രമൂർത്തിയാണ് അവിടുത്തെ നരസിംഹസ്വാമി. അതുകൊണ്ട് തന്നെ ഈ ഭാഗവത പാരായണം കേൾക്കുമ്പോൾ ഭഗവാൻ ശാന്തനാകുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും നട തുറന്നിരിക്കുന്ന സമയത്തെല്ലാം എന്തു ചെയ്യും? ഈ ഭാഗവതം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. വലിയ ശക്തിശാലിയായ നരസിംഹമൂർത്തിയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത്. അതിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് ചാലമാർക്കറ്റിൽ തീ പിടിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ നേരെ നോക്കുമ്പം കാണുന്നതാണ് ചാലമാർക്കറ്റ്. ഇപ്പം കെട്ടിടങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ചാലമാർക്കറ്റിൽ ചെന്ന് നോക്കുമ്പം കിഴക്കേ ഗോപുരം നമുക്ക് കാണാനായിട്ട് പറ്റും. പണ്ടിങ്ങനെ നേരെ നോക്കുമ്പം കാണാം. അപ്പോൾ നേരെ ഭഗവാന്റെ ആ പ്രതിഷ്ഠാ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി നേരെ അങ്ങോട്ട് പോയപ്പോഴേക്കും തീ കത്തി എന്ന് പറയും. അപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു പോരായ്മ പോലും ഇല്ലാത്ത, ഒരു പോരായ്മയുമില്ല അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിന്, ഒന്നുമില്ല പറയാനായിട്ട്. അത്രയും ശക്തിശാലിയായ, അത്രയും കറക്റ്റായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഉഗ്രരൂപിയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും അദ്ദേഹത്തെ കോപാകുലനാക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ചെറിയൊരു നഖം ഒന്ന് രാഗിക്കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വല്പം അത്ര തീക്ഷണമായ ആ ശക്തിക്ക് ഒരു കുറവ് വരുത്തിയെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് ആളുകൾ തിരുവനന്തപുരത്ത്. അതുകൊണ്ട് തന്നെ വലിയ വിശേഷമാണ്. ശ്രീ പത്മനാഭസ്വാമിയോട് കൂടെ തന്നെ അത്രയും പ്രാധാന്യം ഭഗവാനുമുണ്ട്.
അതുകൊണ്ടാണ് ഈ നെയ്വിളക്കൊക്കെ കത്തിച്ച് അവിടെ എപ്പോഴും നാമം ചൊല്ലി ഇരിക്കുന്നത്, ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നരസിംഹമൂർത്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തു തന്നെ ആയാലും വലിയ വലിയ ഫലസിദ്ധിയാണ്. നിങ്ങളുടെ അടുത്ത നരസിംഹസ്വാമി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിക്കണം. വ്യാഴാഴ്ച ദിവസമൊക്കെ ഭഗവാന് നെയ്വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കണം. നിത്യവും വീട്ടിലിരുന്ന് പാരായണം ചെയ്യണം. കുട്ടികളെ കൊണ്ട് പാരായണം ചെയ്യിപ്പിച്ചാൽ അവർക്ക് നല്ല വിദ്യ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ മാറി ശാന്തവും സുന്ദരവും സമാധാനവുമായ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ഈ ലോകത്തിന് വലിയ ആശ്വാസമാകും. എല്ലാവർക്കും നന്മകളുണ്ടാകും. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കലിയുഗത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പരമാവധി സമയം കിട്ടുന്ന സമയത്തൊക്കെ പ്രാർത്ഥിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക, ജപിക്കുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ നരസിംഹമൂർത്തിയെ പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക, പ്രാർത്ഥിക്കുക. ഇനി പുസ്തകം കിട്ടാത്തവർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നരസിംഹ കവചം നമുക്ക് കിട്ടും. അപ്പോൾ അത് നോക്കി എഴുതിയെടുത്തിട്ട് പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ പുസ്തകം മേടിച്ച് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. കാരണം അത് നമുക്ക് നോക്കി വായിക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ഓം നരസിംഹായ നമയെന്നെങ്കിലും ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജപിച്ചു തുടങ്ങുക. വലിയ 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 ഫലസിദ്ധിയാണ് ലഭിക്കാൻ പോകുന്നത്, വലിയ വലിയ ഫലസിദ്ധി. പക്ഷേ ഭക്തിയോടുകൂടി ജപിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വസിച്ച് ജപിക്കുക. ഭഗവാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ.